കേന്ദ്രം കേരളത്തിനെതിരായ അതിൻ്റെ സാമ്പത്തിക കടുംവെട്ട് തുടരുന്നതിനിടയിലും സംസ്ഥാന സർക്കാർ നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത സമഗ്രവും കാര്യക്ഷമവുമായ ക്ഷേമ പെൻഷൻ പദ്ധതിക്കായി 1800 കോടി രൂപ നീക്കിവച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക കടുംവെട്ടിനിടയിലും ഇത് ചെയ്യാനാകുന്നു എന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ് എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. ഇത്തവണ ഒരു മാസത്തെ ക്ഷേമ പെൻഷന് പുറമെ ഒരു മാസത്തെ കുടിശ്ശിക കൂടി ഒരു ഗഡു കൂടി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1600 രൂപയ്ക്ക് പകരം 3200 രൂപയായിരിക്കും ഗുണഭോക്താക്കൾക്ക് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഈ വരുന്ന മെയ് മാസം പകുതിയോടെ ലഭിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുൻപ് തന്നെ ഗുണഭോക്താക്കളുടെ കൈകളിലെത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നു. കേന്ദ്രം അതിൻ്റെ സാമ്പത്തിക കടുംവെട്ട് സമസ്ത മേഖലയിലും തുടരുന്നതിനിടയിലാണ് 1800 കോടി രൂപ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം നൽകാനായി സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കം സത്യം പറയുകയാണെങ്കിൽ വലിയ ഒരു സാമ്പത്തിക കടുംവെട്ടിനിടയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പല മേഖലയിലായാണ് സംസ്ഥാനത്ത് ഈ സാമ്പത്തിക കടുംവെട്ട് തുടരുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും പല പദ്ധതികളിൽ വെട്ടിക്കുറവുകൾ ഉണ്ടാവുന്നുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷന്റെ 2023-24 സാമ്പത്തിക വർഷത്തിൽ വലിയൊരു തുക 600 കോടിയിലേറെ രൂപ കേന്ദ്രം നൽകാൻ ബാക്കിയുണ്ട്. അതിനു പുറമെ ദേശീയപാത വികസനത്തിലടക്കം സംസ്ഥാനം അങ്ങോട്ട് പണം ചെലവഴിക്കേണ്ടി വരുന്ന സ്ഥിതിയും സംസ്ഥാനത്തെ വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടേണ്ടതായിരുന്നു. കാരണം കേരളം എന്ന ഒറ്റ സംസ്ഥാനം, എന്ന ചെറിയ സംസ്ഥാനം മാത്രം 5580 കോടി രൂപയാണ് ദേശീയപാത വികസനത്തിനായി ചെലവഴിച്ചത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ തുക ദേശീയപാത വികസനത്തിനായി ചെലവഴിച്ച സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. മധ്യപ്രദേശും ഗുജറാത്തും പോലെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 1 രൂപ പോലും ദേശീയപാത വികസനത്തിനായി അവരുടെ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നും ചിലവഴിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം വിവിധ മേഖലകളിൽ GST വിഹിതത്തിൻ്റെ രൂപത്തിൽ, സംസ്ഥാന വിഹിതത്തിൻ്റെ രൂപത്തിൽ ഒക്കെ വെട്ടിക്കുറവ് വരുത്തി സംസ്ഥാനത്തെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്രത്തിലെ BJP നേതൃത്വം പഠിച്ച പണി 18 ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഒരു മുടക്കവും വരുത്താതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു മാറ്റം കഴിഞ്ഞ 9-10 വർഷത്തിനിടയിൽ അരങ്ങേറിയിട്ടുണ്ട്. 2016 മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് വെറും 600 രൂപയായിരുന്നു കേരളത്തിലെ ക്ഷേമ പെൻഷൻ. അതുപോലും മാസങ്ങൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ആ സർക്കാർ പടിയിറങ്ങുന്നത്. അവിടെ നിന്നും 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയായി ഉയർത്തി എന്ന് മാത്രമല്ല 34 ലക്ഷം പേർക്കായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന് കീഴിൽ ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നതെങ്കിൽ ഇന്നത് അതിൻ്റെ ഇരട്ടിയോളം വരും. 62 ലക്ഷത്തോളം പേർക്കാണ് ഇന്ന് ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ പദ്ധതി കൂടുതൽ വിപുലമാവുകയാണ്, സമഗ്രമാവുകയാണ്, കാര്യക്ഷമമാവുകയാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ക്ഷേമ പെൻഷൻ പദ്ധതിയാണ് നമ്മൾ ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്രം അതിൻ്റെ സാമ്പത്തിക കടുംവെട്ട് തുടരുന്നതിനിടയിലും ഈ ക്ഷേമ പെൻഷൻ പദ്ധതിക്കായി 1800 കോടി രൂപ നീക്കിവെക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക കടുംവെട്ട് സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടില്ല എന്ന് കൂടി അത് തെളിയിക്കുന്നുണ്ട്.